ബിജേട്ടാ നമസ്കാരം. നമസ്കാരം. ബിജേട്ടാ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് എങ്ങോട്ടാണ് എന്നുള്ള ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് UDF-ലേക്ക് ആയിരിക്കുമെന്ന് പല ആൾക്കാരും വിലയിരുത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്തവണ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഹിന്ദു കൺസോൾട്ടേഷൻ എങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ്. മതന്യൂനപക്ഷങ്ങൾ അവിടെ നിൽക്കട്ടെ. ഈ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകുമെന്ന് പല ആൾക്കാരും ഭയപ്പെടുന്നു. ആ ഭയപ്പെടുന്നതിൽ നമ്പർ 1 ആണ് നമ്മുടെ സുഡാപ്പി ചാനൽ. അപ്പൊ ഇവര് നിരന്തരം ഈ ചാനലിൽ നിന്ന് പറയുന്നുണ്ട്, അവരുടെ ഒരു പ്രസ്താവന, ഈ വർഗീയവാദികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് പാലക്കാട് ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാകും, മുസ്ലിം വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യും, ഹിന്ദു വോട്ടുകൾ ഒരിക്കലും അവിടെ ഏകീകരിക്കില്ല എന്നാണ് പറയുന്നത്. വേറൊരു സ്ഥലത്ത് സുരേന്ദ്രനെ വിമർശിച്ചുകൊണ്ട് ഇവർ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ, മഞ്ചേശ്വരം പോലൊരു പ്രദേശത്ത് ഇയാൾ എന്ത് കണ്ടിട്ടാണ് പോയി നിൽക്കുന്നത്? കാരണം അവിടെ ഇത്ര വോട്ടുള്ളതിൽ 1,25,000 1,10,000 മുസ്ലിം വോട്ടുകളാണ്, വെറും 75,000 മാത്രമേ ഉള്ളൂ ഹിന്ദു വോട്ടുകൾ. അപ്പൊ അപ്പുറത്തിൽ നിന്ന് നമ്മുടെ ദാവൂദ് ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കുന്നുണ്ട്. അത് പച്ചയ്ക്ക് ഇങ്ങനെ മതം പറഞ്ഞുകൊണ്ടേ, ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഞങ്ങൾ പറയുന്ന ആൾ അവിടെ ഒരു ഹിന്ദുവിനെ ഞങ്ങൾ ജയിപ്പിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്ക് ജയിക്കണമെങ്കിൽ ഹിന്ദുക്കളുടെ മണ്ഡലത്തിൽ പോയി നിന്നോളാം എന്നുള്ള രീതിയിലാണ് ഈ സംസാരം വരുന്നത്. ഇവർക്ക് ഈ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നത് വലിയ ഭയമാണ്. ഹിന്ദു കൺസോൾട്ടേഷൻ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും, അതിൽ യാതൊരുവിധ തർക്കവുമില്ല. ആ ഉണ്ടാകുമ്പോൾ അത് ഭയാനകരമായിരിക്കും എന്നിവർ ഭയപ്പെടുന്നുണ്ട്. എന്തായാലും ഇത്തവണ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത പാലക്കാട് ശോഭാ സുരേന്ദ്രനാണ്. അതുകൊണ്ട് അവിടെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായേ മതിയാകും. ഒരിക്കലും ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകാനും പാടില്ല. പല മേഖലകളിലും ഇത് തന്നെയാണ് ഇവരുടെ ആവലാതി എന്ന് പറയുന്നത്. ഹിന്ദു കൺസോൾട്ടേഷൻ പാടില്ല, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എന്തായാലും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവര് SDPI കാര്യത്തിലേക്ക് വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ട്. SDPI നിർത്തരുത്, SDPI ഇത്തവണ കാലുവാറ്റരുത്, SDPI നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും ഈ ന്യൂനപക്ഷങ്ങളുടെ മതസ്ഥാപനങ്ങൾ വഴി കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇവർക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, നിങ്ങളുടെ രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ശത്രു ഇന്ന ആളാണ്. ഈ ശത്രു ഇന്ന ആളാണെന്ന് പണ്ട് BJP-യെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. BJP വരാൻ പാടില്ല, അന്ന് BJP വലിയ ശക്തിയൊന്നുമല്ല, BJP ജയിക്കില്ല എന്ന് അവർക്കറിയാം. പക്ഷെ ഇന്ന് BJP ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇവർ പറയുകയാണ്, ഇത് മുസ്ലിങ്ങളുടെ മണ്ഡലമാണ്, ഇവിടെ ഒരു ഹിന്ദുവിനെ ജയിപ്പിക്കില്ല എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു വെക്കുകയാണ്. BJP മാറി, ഇപ്പൊ മുസ്ലിം ഹിന്ദുവായി, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്ത് തോന്നുന്നു ഈ കാര്യങ്ങൾ? കേരള പ്രബുദ്ധരുടെ മതനിരപേക്ഷതയുടെ മതേതരത്വത്തിന്റെ മണ്ണാണ്. മുസ്ലിംസിന് മാത്രം കിട്ടുമ്പോൾ കാര്യമില്ല. ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ ഇതിലൊട്ടും പിന്നോട്ടല്ല, അവരും ഇപ്പൊ പരസ്യമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂര് ഈ ചില മതമേലധ്യക്ഷന്മാരുടെ അധ്യക്ഷതയിൽ യോഗം കൂടി വിശ്വാസികളെ അറിയിച്ച്, അതായത് സുരേഷ് ഗോപിക്ക് എതിരെ വോട്ട് ചെയ്യണമെന്ന് തെളിച്ചു പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവര്. അത് ഇവിടെ നടക്കുന്നതാണ് എല്ലാ കാലത്തും. ഇപ്രാവശ്യം UDF-ന് എങ്ങനെയല്ലോ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഇത് നോക്കൂ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇതേപോലെ തന്നെ ഈ ബഹളം ഉണ്ടാക്കിയ ഈ ആളുകൾ, ഈ മതമേലധ്യക്ഷന്മാർ അന്നും ബഹളം ഉണ്ടാക്കിയിരുന്നു ഇലക്ഷന് മുമ്പ്. ഇപ്പോഴും അവർ രംഗത്തെത്തിക്കുക, അതായത് എങ്ങനെയെങ്കിലും ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് UDF-ന്റെ പക്കലെത്തിക്കണം. ഇസ്ലാമിസ്റ്റുകൾ, അതായത് ഈ കേരളത്തില് ഞങ്ങളാണ് പവർ എന്ന് തെളിയിക്കാൻ ഒരു ഒരുക്കത്തിലാണ് ന്യൂനപക്ഷ മതമേലധ്യക്ഷന്മാരും ന്യൂനപക്ഷ നേതാക്കളും ഒക്കെ ഉള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മതമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ KM ഷാജി UDF അധികാരത്തിൽ വരുവാണെങ്കിൽ മന്ത്രിയായിരിക്കും. ഞാൻ പറഞ്ഞു കേൾക്കുന്നതാണ്, അറിയില്ലല്ലോ, ഇലക്ഷൻ കഴിഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുതരം മതമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാകും. ഇനി മുൻകാലങ്ങളിൽ UDF കയറിയപ്പോൾ അവർക്ക് ഒരുപാട് മന്ത്രിമാരുണ്ടാകുന്നല്ലോ ലീഗിന്. അവരാരെങ്കിലും എവിടെങ്കിലും നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് കണ്ടിട്ടുണ്ടോ? എത്രയോ പരിപാടികൾ അവർ കൈതട്ടി മാറ്റി ഞങ്ങൾക്ക് ഇത് ഹറാമാണെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? മതേതരമാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഹിന്ദുവിന്റെയും കൂടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് UDF അധികാരത്തിൽ ഏറിയിരിക്കുന്നത്. അവിടെയാണ് ഹിന്ദുവിന്റെ ആചാരമല്ല നിലവിളക്ക് എന്ന് പറയുന്നത്, ഈ സംസ്കാരമാണ്. അതിന് ഞങ്ങൾക്ക് പറ്റില്ല അത് കത്തിക്കാൻ എന്ന് പറഞ്ഞവരുണ്ട്. ഈ ലീഗിന്റെ മന്ത്രിമാരാണ്, യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ആ മന്ത്രിമാരുടെയൊക്കെ. അദ്ദേഹം ഒരാളിപ്പോ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്, ആ മന്ത്രിയുടെ പേര് ഞാൻ പറയാത്തത്. മറ്റു മന്ത്രിമാരുണ്ടായിരുന്നു, ഇല്ലേ? അതായത് കാലാകാലങ്ങളിൽ ഹിന്ദുവിന്റെ അടക്കം വോട്ട് വാങ്ങിക്കഴിഞ്ഞ് ഹിന്ദുവിനെ അടിമയാക്കി വെക്കുക, എന്നിട്ട് അവനെ ചാപ്പ് കുത്തുകയാണ് വർഗീയവാദം. ഹിന്ദു എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. പച്ചക്കിരുന്ന് മീഡിയാവണമെന്ന് ഇത് പറയാം, മുസ്ലിം ലീഗിന്റെ MLA-മാർക്ക് പറയാം മതമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറയാം, ഈ മതമേലധ്യക്ഷന്മാർക്ക് നേരിട്ട് അല്ലെങ്കിലും അവർക്ക് ഇതിനൊക്കെ ഉടായ്പ പരിപാടി നടത്തി അവർക്ക് പറയാം, ഹിന്ദുവിന് പറയാൻ പാടില്ല. പക്ഷെ ഇതൊക്കെ ഹിന്ദുവിന് ഇപ്പോൾ ബോധം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് വോട്ടായി പ്രതിഫലിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. B. ഗോപാലകൃഷ്ണന്റെ ഒരു ഫ്ലെക്സ് വന്നപ്പോൾ സാധാരണ മുൻകാലങ്ങളിലായിരുന്നുവെങ്കിൽ മതേതര ഹിന്ദു വന്ന് കമന്റ് ഇട്ട് മെഴുകേണ്ടതാണ്. പക്ഷെ ഞാൻ അവിടെ ഒരു മതേതര ഹിന്ദുവിനെയും കണ്ടില്ല. ബാക്കിയുള്ള ഹിന്ദുക്കൾ വന്നിട്ട് കേരളത്തിൽ ഞാൻ നോക്കിയിട്ട് BJP നിർത്തിയിട്ടുള്ള നട്ടലുള്ള ഹിന്ദുക്കൾ 2 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നത് ശ്രീമാൻ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ FRC ഒക്കെ വരും,
അതിനകത്തൊന്നും മാറ്റമൊന്നുമില്ല. കാരണം അത് തീവ്രവാദ ഫണ്ട് തടയാനുള്ളതാണ് എന്ന് അദ്ദേഹം വളരെ പച്ചയ്ക്ക് പറയുന്ന ഒരു കാഴ്ചയുണ്ട്. ബി ഗോപാലകൃഷ്ണൻ ഞാനൊരു ഹിന്ദുവാണ്, ഒരു ഹിന്ദു എം എൽ എ വേണ്ടത്, ഈ ഗുരുവായൂർ അമ്പലത്തിൽ അകത്ത് കയറാൻ ഇതുവരെ ഏത് എം എൽ എക്ക് പറ്റിയിട്ടുണ്ട്? ശരിയല്ല ചോദിച്ചത്. ഗുരുവായൂർ അമ്പലമാണ് ഗുരുവായൂരത്തെ മെയിൻ കാര്യം. അവിടുത്തെ ആ ക്ഷേത്രവും ക്ഷേത്ര നഗരിയുമാണ് അട്രാക്ഷൻ, അല്ല ഡെവലപ്മെന്റും പൈസയും എല്ലാം വരുന്നത്. ആ ക്ഷേത്രത്തിൽ ഈ നാളിതുവരെ ഗുരുവായൂരത്തെ എം എൽ എക്ക് അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞില്ലേ, ഒരു എം എൽ എക്കെങ്കിലും ഗുരുവായൂരപ്പനെ കാണാൻ അകത്ത് കയറിക്കൂടെ, ഇല്ലെങ്കിൽ ഭരണസമിതിയിൽ കാര്യങ്ങൾ ചോദിക്കാനെങ്കിലും അകത്ത് കയറിക്കൂടെ എന്ന്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം നടന്നു, ഒരു എം എൽ എ ഓടി വന്നാൽ എവിടെ നിൽക്കേണ്ടി വരും? നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്ത് നിൽക്കേണ്ടി വരും. ആരും കണ്ടില്ല, അകത്ത് കയറാം. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ കാര്യമാണല്ലോ. നിങ്ങളല്ലേ കയറ്റാത്തത്, നിങ്ങളല്ലേ ജാതീയത പറയുന്നത്, നിങ്ങളല്ലേ ഹിന്ദുക്കളെ മാത്രം കയറ്റുള്ളൂ എന്ന് പറയുന്നത്. അത് ഗുരുവായൂരപ്പന്റെ പ്രശ്നമാണ്, അത് നമ്മുടെ പ്രശ്നമല്ല. അങ്ങനെയാണ് അവരുടെ വ്യാഖ്യാനം. അല്ല, ഹിന്ദുക്കളെ മാത്രം എന്നുള്ളതല്ല പറയുന്നത്, അത് തെറ്റാണ്. ഹിന്ദുക്കളെ മാത്രം കയറ്റണമെന്നല്ല, ഒരു ക്ഷേത്രത്തിലും അങ്ങനെയല്ല പറയുന്നത്. ഹിന്ദു ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠിച്ചുള്ള ആർക്കും കയറാം. അതായത് അമ്പലത്തിനകത്ത് കയറിയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ കൈകുപ്പിട്ടും തൊഴുക എന്നുള്ളതേ ഉള്ളൂ. അല്ല തിരിഞ്ഞു തൊഴാനും പറ്റത്തില്ലല്ലോ, അല്ലേ? ഇപ്പൊ ഒരു പള്ളിയിൽ കയറുക, ക്രിസ്ത്യൻ പള്ളിയിൽ കയറുക, അവിടെ നമുക്ക് അവർക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു ആചാരമുണ്ടല്ലോ, അതനുസരിച്ചിട്ടല്ലേ അവിടെ പെരുമാറാൻ കഴിയുള്ളൂ. ഒരു ഇസ്ലാമിക പള്ളിക്കകത്ത് നമ്മളെ കയറ്റാറുണ്ടോ? വേറെ ഒരാളെയും കയറ്റാറില്ല. അവര് പുറത്തുനിന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ. പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ കബറിടങ്ങളിലോ ഇല്ലെങ്കിൽ ദർഗകളിലോ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പുറത്തല്ലേ ഉള്ളൂ. അതിനകത്ത് അവർ കയറ്റും, പക്ഷെ നിസ്കാരിക്കുന്ന പള്ളിയിൽ അവർ കയറ്റാറില്ല. സിഖുകാർ എന്താണ് ചെയ്യുന്നത്? സുവർണ ക്ഷേത്രത്തിനകത്ത് കയറണമെങ്കിൽ ഒരു തലപ്പാവ് ധരിക്കാതെ ആരെങ്കിലും കയറ്റുമോ? അത് മോദി ആയാലും ശ്രീമാൻ അമിത്ഷാ ആയാലും ആരായാലും അത് ധരിക്കാതെ കയറ്റുമോ? അതവരുടെ സിസ്റ്റമാണ്. അതെന്തിനാണ് സിസ്റ്റത്തെ ചോദ്യം ചെയ്യുന്നത്? അല്ലാതെ ഹിന്ദു ആണോ എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ പല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കുന്നുണ്ടല്ലോ, ക്രിസ്ത്യൻ പെൺകുട്ടികളെ. അവരെയൊക്കെ മതം മാറ്റുന്നത് അത് വെറും ഒരു പേരല്ലേ, മതം മാറ്റുക അവർ കൊണ്ടിരുന്നത്. അവര് വന്നിട്ട് അവിടെ തൊഴുതിട്ട് പോകുന്നുണ്ട്, അത് അവരുടെ വിശ്വാസമാണ്, അല്ലേ? എത്രയോ പേര് എനിക്കറിയാവുന്നവരുണ്ട്, വന്ന് നന്നായി തൊഴുതിട്ട് പോകുന്നവരുണ്ട്, അത് അവരുടെ വിശ്വാസമാണ്. എത്രയോ ഹിന്ദുക്കള് ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്നുണ്ട്, മുസ്ലിം പള്ളിയിലും പോകുന്നില്ല, അത് അവരുടെ വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസമുള്ളവർ വന്നാൽ മതി എന്നാണ് പറയുന്നത്. അതല്ലാതെ വരുന്നവരുടെ തുണി വെക്ക് നോക്കുവോ ഏത് മതമാണെന്നറിയും? പകൽഗാമി ചെയ്ത് കണക്ക് ആരും ചെയ്യാറില്ലല്ലോ. വിശ്വാസമാണ് അതിനകത്ത് വലുത്. ഇനി രണ്ടാമത്തെ കാര്യം, പച്ചയായിട്ട് തന്നെ ഒരു വർഗീയത പറയുകയും വർഗീയത തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഇതിന്റെ ഒരു കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട്, തെക്കൻ ജില്ലകളിലെങ്കിലും കുറഞ്ഞ പക്ഷം നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ അലയടിക്കുന്നതും ഇതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നോക്കൂ, തിരുവനന്തപുരം നേമത്ത് എന്ന് നോക്കൂ ധനുഷ്. ധനുഷിന്റെ മണ്ഡലം കൂടിയാണല്ലോ അത്. അവിടെ നോക്കൂ, ഒരു സൈഡില് എന്താണ് SDP തുറന്ന പിന്തുണ CPM കൊടുക്കുകയാണ്. SDP ആരാണ്? തീവ്ര ഇസ്ലാമിസ്റ്റ് പാർട്ടി കൊടുക്കുകയാണ്. ശിവൻകുട്ടി പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പുറത്തെ സ്ഥലത്ത് വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസിന് പിന്തുണ കൊടുക്കുകയാണ്, ഞങ്ങൾ സ്വീകരിക്കും. സ്വാഭാവികമായി അവിടുത്തെ ഹിന്ദുക്കൾ എന്താണ് ചിന്തിക്കുന്നത്? ബോധം ബുദ്ധിയുള്ളവരെന്താ ചിന്തിക്കുന്നത്? എടാ, ഇവന്മാരൊക്കെ ഇത്രയ്ക്ക് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് നമ്മളെ അപമാനിച്ചിട്ട് നമ്മളെ അവഹേളിച്ചിട്ട് നമ്മുടെ വോട്ട് വാങ്ങിയിട്ടല്ലേ ഇവർ പോകുന്നത്. അത് വേണ്ടാന്ന് അവർ തീരുമാനിച്ചെങ്കിൽ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അത് ഒരു കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഈ സംഘടിത മതങ്ങൾക്കൊന്നും ഹിന്ദു ഏകീകരണം നടക്കില്ല എന്ന ഇവരുടെ ധാരണകൾ തെറ്റാണ്. ഹിന്ദു ഏകീകരണം ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ സംസ്ഥാനങ്ങളാണ് ബീഹാറും ഉത്തർപ്രദേശും. ഇത്രത്തോളം ജാതീയത കൊടികുത്തി വാഴുന്ന ജാതി പൊളിറ്റിക്സ് നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശും ബീഹാറും. അത് പാടെ മാറി വരുന്നില്ലേ? ഇല്ലേ? അതിന്റെ അത്രയൊന്നും ഇല്ലല്ലോ. നമ്മൾ പ്രബുദ്ധരാണല്ലോ, നമുക്ക് അത്രയില്ലല്ലോ. ഇവിടെ മാറി പറയാണെങ്കിൽ സമയമൊന്നും വേണ്ട. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള നമ്മുടെ ഭജൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 10,000-ങ്ങളാണ്, 1,00,000 പേരൊക്കെയാണ് ഒഴുകി എത്തുന്നത്. ഇന്നലെ ഞാൻ ഇവിടെ തെക്ക് ഒരു ക്ഷേത്രത്തില് ഇവര് പാടാൻ വന്നപ്പോ ഭയങ്കര മഴ. അവിടെ ജനം കാത്തിരിക്കുകയാണ്, കൊടുമഴയത്ത് മഴ നനഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ് ഇവരുടെ പാട്ട് തുടങ്ങുന്നത് വരെ. പിന്നെ ഈ ഒരു പെൺകുട്ടി, നമ്മുടെ BJP MLA ബീഹാറില്, പെട്ടെന്ന് പേര് ഞാൻ മറന്നുപോയി, അവര് മൈഥിലി താക്കൂർ വന്നില്ലേ, ഭജന നടത്തിയില്ലേ, ആയിരക്കണക്കിന് പേരല്ലേ വന്നത്. അപ്പം ജനത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അവർ ഈ വേലിക്കെട്ടുകളൊക്കെ പൊളിച്ച് എറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരിക തന്നെ ചെയ്യും. അതിൽ വിരളി പിന്നിട്ട് കാര്യമില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഞാൻ കാണുന്നൊരു കാര്യം, അധികം വൈകാതെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് UDF LDF ഒന്നിച്ചു നിന്ന് മത്സരിക്കേണ്ടതായ ഒരു അവസ്ഥ വരും. ഈ സംഘടിത ന്യൂനപക്ഷങ്ങൾ ശരിക്കും അവർ ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ നാളെ UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ തന്നെ ഇവര് സോഷ്യൽ മീഡിയയിൽ വളരെ ഭീഷണി തരത്തിലുള്ള കമന്റുകളാണ് പോസ്റ്റുകളാണ് ഇവർ പലരും ഇടുന്നത്. ഇക്കണക്കിന് അവർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? ഇനി ഇടതുപക്ഷം വന്നാലും വലിയ വ്യത്യാസം അത് വരുന്നില്ലെങ്കിൽ, പക്ഷെ ഇതിനകത്ത് ഒരു കുറവ് വരും. അതാണ് കഴിഞ്ഞ ദിവസം ശ്രീമാൻ TP സെൻകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ UDF ആണ് ജയിപ്പിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ഡെത്ത് വാറന്റിൽ ഒപ്പുവെക്കുന്നത് പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. കറക്റ്റാണ്. ഇവരെ അധികാരത്തിൽ ഏറ്റിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന അതല്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഈ ന്യൂനപക്ഷങ്ങൾ, അത് മുസ്ലിം മാത്രമല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ പച്ചയ്ക്ക് പറയുന്നത് ഞങ്ങൾ ഭൂരിപക്ഷം എന്തിനാണ് ഹിന്ദുക്കൾ വന്ന് മത്സരിക്കുന്നത്?
അവരെ നിങ്ങൾ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഹിന്ദുക്കൾ കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് ഒഴിച്ച് ബാക്കി ഏത് സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ കഴിയുക? ഹിന്ദു ഏകീകരണം വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഏകീകരണം വരാത്തല്ല, അവരുടെ വിശാല മനസ്കത കൊണ്ട് അവരാണ് ശരിക്കും മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നവരും. അവരൊന്നും മാറിയാൽ അവിടെ തീർന്നു മതേതരത്വം എന്നുള്ള വാക്ക്. നിങ്ങൾക്ക് എന്തും കാണിക്കാൻ, നിങ്ങൾക്ക് മതം പറയാം, അതിനെ മതേതരത്വം എന്നും. മറ്റൊരാള് ഇപ്പൊ ഗോപാലകൃഷ്ണൻ അത് പറയുമ്പോഴോ ഇല്ല കുമ്മനം ഇത് പറയുമ്പോഴോ അത് വർഗീയത എന്ന് പറയുന്നതിനകത്ത് പൊള്ളത്തരം ജനത്തിന് നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഉരകല്ലാണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ്. പഴയതുപോലെ അല്ല എന്നുള്ള കാര്യം പ്രതിപക്ഷത്തിനും അറിയാം, ഒപ്പം തന്നെ ഇപ്പൊ ഭരണകക്ഷിക്കും അറിയാം, ഇവിടുത്തെ മതസംഘടനകൾക്കും അറിയാം. ഇത് വരാൻ പോകുന്ന കേരളത്തിന്റെ ഒരു സൂചനയാണ്. ആ സൂചന വലിയൊരു സൈൻ തന്നെയാണ് നമുക്ക് നൽകുന്നത്.